മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും സ്വന്തം റെക്കോർഡുകൾ തന്നെ തകർക്കുകയും ചെയ്ത ഒരു പേരുണ്ടെങ്കിൽ അത് മോഹൻലാൽ തന്നെയാണ്. വർഷങ്ങൾ മാറി, ട്രെൻഡുകൾ മാറി, പുതിയ താരങ്ങൾ വന്നു. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ ആധിപത്യം ഇന്നും തുടരുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കിയാൽ അതിന്റെ തെളിവ് വ്യക്തമാണ്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ കേരള ഗ്രോസറായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് തുടരുമാണ്. ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് ഏകദേശം 118.9 കോടി രൂപ. റിലീസിന് ശേഷം വലിയ ജനപ്രീതി നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്തെത്തുന്നത് ഇപ്പോഴത്തെ സെൻസേഷനായ ദൃശ്യം 3. റിലീസ് ചെയ്ത് 30 ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ചിത്രം 90 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. ഇപ്പോഴും മികച്ച പ്രകടനം തുടരുന്ന ചിത്രം ഉടൻ തന്നെ OTT റിലീസിനായി തയ്യാറെടുക്കുകയാണ്. മൂന്നാം സ്ഥാനത്ത് എമ്പുരാൻ. റിലീസിന് മുമ്പേ വലിയ ഹൈപ്പ് നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് 86.3 കോടി രൂപ സ്വന്തമാക്കി. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡുകളിൽ ഒന്നും എമ്പുരാന്റെ പേരിലാണ്. നാലാം സ്ഥാനത്ത് പുലിമുരുകൻ. 2016 പുറത്തിറങ്ങിയ ഈ ചിത്രം അന്ന് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് നിർവചനങ്ങളെ തന്നെ മാറ്റിയിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 85.1 കോടി രൂപ നേടിയാണ് പുലിമുരുകൻ ഇന്നും ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ലൂസിഫർ. മലയാള സിനിമയിൽ രാഷ്ട്രീയ ത്രില്ലറുകൾ പുതിയ ട്രെൻഡ് സൃഷ്ടിച്ച ചിത്രം കേരളത്തിൽ നിന്ന് 66.1 കോടി രൂപ നേടി. ആറാം സ്ഥാനത്ത് നേര്. വലിയ പ്രീ റിലീസ് ഹൈപ്പുകളൊന്നുമില്ലാതെ എത്തിയ ചിത്രം വമ്പൻ വാക്ക് ഓഫ് മൗത്തിലൂടെ 47.7 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കി. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ ലിസ്റ്റിലെ 6 ചിത്രങ്ങളും ഇന്നും കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് ഗ്രോസേഴ്സ് ലിസ്റ്റിൽ ഇന്നും ഇടം പിടിക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ 2 സിനിമകൾ ടോപ്പ് 5ലും 4 സിനിമകൾ ടോപ്പ് 10 കേരള ഗ്രോസേഴ്സ് ലിസ്റ്റിലും ഉൾപ്പെടുന്നു. ഒരു നടന്റെ സ്റ്റാർഡം അളക്കുന്നത് ഒരു സിനിമയുടെ വിജയത്തിലൂടെ മാത്രമല്ല, വർഷങ്ങളോളം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനുള്ള കഴിവിലൂടെയാണ്. ആ കാര്യത്തിൽ മോഹൻലാൽ ഇപ്പോഴും ഒരു ഫിനോമിനൻ തന്നെയാണ്. കൺസിസ്റ്റൻസി, ലോഞ്ചിവിറ്റി, സ്റ്റാർഡം, ബോക്സ് ഓഫീസ് പവർ, ഈ 4 വാക്കുകളും ഒരുമിച്ച് ചേർന്നാൽ മലയാള സിനിമയിൽ ആദ്യം ഓർമ്മ വരുന്നത് ഒരേ ഒരു പേരാണ്: മോഹൻലാൽ, ദ ബോക്സ് ഓഫീസ് ഫിനോമിനൻ. ഈ ലിസ്റ്റിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന മോഹൻലാൽ ചിത്രം ഏതാണ് എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ പറയൂ. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.